ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൊഴുക്കട്ടയുടെ റെസിപ്പിയാണ്. ഇത് ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിവിടെ 1.25 ഗ്ലാസ് പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ ചൂടുവെള്ളം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലപോലെ തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇതിൽ ചേർത്ത് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് നിങ്ങളെടുക്കുന്ന അരിപ്പൊടി അനുസരിച്ച് മാറ്റം വരാം. ഞാൻ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചൂടോടുകൂടി തന്നെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഞാനിവിടെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ഉരുളകളാക്കി എടുക്കണം. ഞാൻ ഉരുളകളാക്കിയിട്ട് ഇഡ്ഡലി പാത്രത്തിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. ഇഡ്ഡലി പാത്രത്തിൽ ഇതുപോലെ ഒരു വാഴയില വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കയ്യിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഞാൻ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് ചെയ്തെടുക്കുന്നത്. അധികം വലുതായി പോകാൻ പാടില്ല. ചെറിയ ബോൾസ് ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. മുഴുവനായിട്ടും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. ഞാനിവിടെ മുഴുവനായിട്ടും ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് കുക്കായി വരണം. ഇവിടെ ഇത് നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. പിന്നെ ഇതിൻ്റെ മസാല ചെയ്തെടുക്കാൻ വേണ്ടി കുറച്ച് തേങ്ങയൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 7 ചെറിയുള്ളിയും ചെറിയൊരു പീസ് ഇഞ്ചിയും ഒരു വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. അധികം അരിഞ്ഞു പോകാൻ പാടില്ല. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും. ഞാൻ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കൊഴുക്കട്ടയുടെ ചൂടൊന്ന് മാറിയ ശേഷം ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുക് ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുകൊന്ന് പൊട്ടി വന്നാൽ ഇതിലേക്ക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് സ്റ്റൗ സിമ്മിലേക്ക് വെച്ച് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ച് തേങ്ങ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് കൊഴുക്കട്ട ചേർത്ത് കൊടുക്കണം. മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റൗ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കണം. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. അമ്മിണി കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.